കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. RSS പ്രവർത്തകരായ 9 പേരാണ് പ്രതികൾ. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, 2005 ഒക്ടോബർ 3 നടന്ന കൊലപാതകം കൃത്യമായി 20 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ഇപ്പോൾ വിധി വരുന്നത്. എന്താണ് കോടതിയുടെ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സിജു, തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 ഇപ്പോൾ റിജിത്ത് വധക്കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ നിലവിൽ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3-ാം പ്രതി ഈ വിചാരണ നടക്കുന്നതിനിടെ നിലവിൽ കേസിൽ 9 പ്രതികളാണുള്ളത്. 9 പ്രതികളെയും ഇപ്പോൾ കുറ്റക്കാരാണ് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. RSS BJP പ്രവർത്തകരായ 9 പേരാണ് നിലവിൽ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് 2005 ഒക്ടോബർ 3-ാം തീയതിയാണ്. അന്ന് രാത്രി ഒരു 9 മണിയോടുകൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിജിത്ത് സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു പോകവെ ഈ പതിയിരുന്ന ഈ സംഘം, അക്രമി സംഘം, RSS BJP സംഘം മാരകായുധങ്ങളുമായി ചാടി വീഴുകയും റിജിത്തിനെയും മറ്റ് ഒപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും ആക്രമിക്കുകയായിരുന്നു. റിജിത്തിന് വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കൂടി പരിക്കേറ്റിരുന്നു. ഇപ്പോൾ കുറ്റക്കാരായ 9 പേരും 10 പേരുണ്ടായിരുന്നു. 10 പേരും ഈ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ തന്നെയാണോ? ഗൂഢാലോചനയിൽ പങ്കാളികളായ എത്ര പേരുണ്ട്? TV ഓണല്ലേ സിജു? പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. 10/10/2005 കണ്ണപുരം ചുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് തച്ചങ്കണ്ടിയാൽ ക്ഷേത്രത്തിനടുത്ത് വെച്ചിട്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായ റിജിത്ത് എന്നയാളെ 10ഓളം RSS BJP പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അദ്ദേഹം മരണപ്പെടാനും ഒപ്പം കൂടിയുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേൽക്കാനും ഇടയായ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ അതിൻ്റെ വിചാരണകൾ മുഴുവൻ പൂർത്തിയായ ശേഷം ഇന്ന് വിധി പറഞ്ഞിരിക്കുകയാണ്. ആ കേസിൽ ഉൾപ്പെട്ട 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 10 പ്രതികളെയും ഇന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ ജില്ലാ കോടതി നമ്പർ 3 റൂബി കെ ജോസ് മാഡം കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അതിനകത്ത് വരുന്ന 5 പ്രതികൾ ആയുധം എടുത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അവരെ കൂടുതൽ 143, 148 പ്രകാരവും IPC വകുപ്പ് പ്രകാരവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എല്ലാ പ്രതികളും 10 പ്രതികളും ഒരു കിണറിൻ്റെ അടുത്ത് ഒളിച്ചിരിക്കുകയും ഇവർ വരുന്നത് മനസ്സിലാക്കി അവരെ ആക്രമിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആ 10 പേരും ഇവരുടെ മുമ്പിലേക്ക് റോഡിലേക്ക് ചാടി ഇറങ്ങി അതിനുശേഷം ആയുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കേസ്. 5 പേരാണ് നടന്നു പോകുന്നുണ്ടായിരുന്നത്. അതിൽ 3 പേർക്ക് പരിക്കും. അതുപോലെ റിജിത്തിന് കുത്തുകൊണ്ട് റിജിത്ത് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരണപ്പെടുകയാണ് ഉണ്ടായത്. രാത്രി ഏകദേശം 7:45 മണിക്കാണ് ഈ സംഭവം നടന്നത്. അന്വേഷണം നടത്തിയത് അന്നേരം വളപട്ടണം CI ആയിരുന്ന പ്രേമരാജൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വന്തം നിലയിൽ ഒറ്റ ആൾ എന്നുള്ള നിലയിലാണ് ഈ കേസിൽ അന്വേഷണം നടന്നിട്ടുള്ളത്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. ഏകദേശം എല്ലാ ആയുധങ്ങളും കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം പ്രതികളുടെ ഡ്രസ്സും ഒക്കെ തന്നെ കണ്ടെത്തി. അതിനകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു. അത് ഫോറൻസിക് ലാബിന് അയച്ചു. അതിൽ മനുഷ്യരക്തമാണ് എന്ന് ഫോറൻസിക് ലാബ് കാണുകയുണ്ടായി. അപ്പോൾ ആ പ്രതികളുടെ എല്ലാവരുടെയും പങ്കാളിത്തം കൃത്യമായി തെളിവുകളിലൂടെ കൊണ്ടുവരുവാൻ അന്വേഷണ ഏജൻസിക്കും അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷനും ഈ കേസിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ 10 പേരിൽ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു. 3-ാം പ്രതിയായിട്ടുള്ള അജേഷ് 2011 മറ്റും അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അബേറ്റഡായി പോയി. ബാക്കി 9 പേരെയും ഇന്ന് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായത്. മോട്ടീവ് എന്ന് പറയുന്നത് തൊട്ട് തലേദിവസം രാവിലെ തലേദിവസം വൈകുന്നേരം തച്ചങ്കണ്ടിയാൽ ക്ഷേത്രം
പരിസരത്ത് വെച്ച് ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് RSS ശാഖ നടത്തുന്നതിനെ സംബന്ധിച്ച് BJPക്കാരും അതുപോലെ തന്നെ ഈ കേസിൽ മരണപ്പെട്ട റിജിത്ത് അടക്കം ഒന്നാം സാക്ഷിയായിട്ടുള്ള നികേഷ് അതുപോലെ റിജിത്ത് അടക്കമുള്ള DYFIക്കാരും തമ്മിൽ ഒരു സംസാരം ഉണ്ടാവുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന ഒരു മോട്ടീവ്. അതിൻ്റെ പ്രതികാരം എന്നുള്ള നിലയിലാണ് തൊട്ട് അടുത്ത ദിവസം രാത്രി 7:45 ഇങ്ങനെ സംഘം ചേർന്നുകൊണ്ട് ആയുധങ്ങളുമായി ഇവർ വരുന്നത് വരെ കാത്തിരിക്കുകയും അതിനുശേഷം ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ മോട്ടീവായിട്ട് കണ്ടത്. അതെ ഉണ്ടായിരുന്നു. അതായത് കോടതികൾ പലതും മാറി. ആദ്യം തന്നെ ഈ കേസ് ഞാനിവിടെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറായിരിക്കുമ്പോൾ എൻ്റെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ബിനീഷയാണ് നടത്തിയത്. 3 സാക്ഷികളെ ചീഫ് എക്സാമിനേഷൻ കഴിയുന്നതോടുകൂടി പ്രതികൾ ഈ കോടതിക്കെതിരെ അത് വന്ന ഒരു കമൻറ്റിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്നതിന് ഉത്തരവാകുകയും ചെയ്തു. ആ നിലയിൽ അഡീഷണൽ ജില്ലാ കോടതിയിലേക്ക് മാറ്റി. അവിടെ ഒരു ജഡ്ജ് കുറേ വിസ്താരം നടന്നു. ആ സമയം തൊട്ട് പിന്നീടാണ് കോടതി മാറ്റുന്നതോടുകൂടി പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നീതി കിട്ടണമെന്നുള്ളത് ഞങ്ങൾ അന്നേ എടുത്ത വളരെ ഇതായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ടറുടെ മേലെയും വന്നിട്ടുള്ള ഒരാക്ഷേപം എന്നുള്ള നിലയിൽ ആ പ്രോസിക്യൂട്ടറും മാറി നിൽക്കുകയും ഞാൻ ആ കേസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ജില്ലാ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ. അതിനുശേഷം ജില്ലാ കോടതി ഒന്നിൽ 2 ജഡ്ജിമാരുടെ മുമ്പാകെ കേസ് നടത്തുകയുണ്ടായി. പിന്നീട് വീണ്ടും അത് ADC 3 മാറ്റി. അതിനുശേഷം ഇപ്പോൾ ഈ മാഡം ADC 3 പുതിയ ജഡ്ജ് വന്നതിന് ശേഷമാണ് പൂർത്തിയായത്. കൊറോണയ്ക്ക് മുമ്പേ തന്നെ ലോക്ക്ഡൗണിൻ്റെ തലേ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വരെ വിചാരണ പൂർത്തിയാക്കിയ കേസായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രോസ് എക്സാമിനേഷനാണ് പിന്നെ കൊറോണ കാലം വന്ന് കുറേ കാലം നീണ്ടുപോയത്. അപ്പോൾ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നീണ്ടുപോകുന്നത് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. 4ാം സാക്ഷിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള സജീവനെ വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് വരാൻ വേണ്ടി സാധിക്കാതിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10ാം സാക്ഷിയായിട്ടുള്ള റിക്കവറി മാസ്റ്റർ വിറ്റ്നസ് പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട്, മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഈ മറവിയൊക്കെ സംഭവിക്കുന്നത് കേസിൻ്റെ ദീർഘകാലം ഇങ്ങനെ വിചാരണക്ക് കെട്ടിക്കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന മറവി പ്രോസിക്യൂഷൻ കേസുകളെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വെല്ലുവിളികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ സാക്ഷികൾ എല്ലാവരും തന്നെ സാക്ഷികൾ എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള മൊഴി കോടതി മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചത് കൊണ്ട് തന്നെയാണ് ഇത് വിജയം എന്നുള്ള നിലയിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ. കണ്ണൂരിലെ DYFI പ്രവർത്തകൻ റിജിത്ത് കൊലപാതക കേസിലെ 6 RSS BJP പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വിധി പ്രസ്താവം 7-ാം തീയതിയാണ്. സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, കേരളത്തിൽ എവിടെയും DYFI പ്രവർത്തകർ നേരിടുന്ന അതേ പ്രതിസന്ധി. RSS ഓരോ പ്രദേശത്തെയും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ, ക്ഷേത്രങ്ങളെ ക്യാമ്പുകളാക്കി പരിശീലന കേന്ദ്രങ്ങളാക്കി മാറ്റുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത റിജിത്ത് ഉൾപ്പെടെയുള്ള 5 പേരെയാണ്. അതിൽ റിജിത്ത് കൊല്ലപ്പെട്ടു, മറ്റ് 4 പേരെ കൂടി കൊലപ്പെടുത്താനായിരുന്നു RSSകാരുടെ പരിപാടി. അത് വളരെ കൃത്യമായി തന്നെ അന്വേഷണം നടത്തി. ഈ 9 പേരും, അതിൽ ഒരാൾ നേരത്തെ തന്നെ മരിച്ചു, 9 പേരും കുറ്റക്കാരാണെന്ന് തലശ്ശേരി കോടതി ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിലല്ല, കാര്യം രാഷ്ട്രീയം തന്നെയാണ്. തീർച്ചയായും ഇത് ഈ നാടിനെ നടുക്കിയ ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. ചെറിയൊരു വാക്ക് തർക്കം തലേ ദിവസം ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ RSS BJP സംഘം റിജിത്ത് ഉൾപ്പെടെയുള്ള DYFIയുടെ അവിടെയുള്ള പ്രവർത്തകരെ ഒരു കിണറിന് മറവിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് രാത്രി 9 മണിയോടുകൂടി ആക്രമിക്കുന്നത്. വടിവാളും കത്തിയും മറ്റ് മാരക ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഈ റിജിത്തിനും അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായ DYFI പ്രവർത്തകർ KV നികേഷ്, RS വികാസ്, KN വിമൽ എന്നിവരെ ആക്രമിച്ചത്. ഇവർക്ക് ഗുരുതരമായി എല്ലാവർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിൽ റിജിത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല. റിജിത്തിൻ്റെ പിൻഭാഗത്ത് നിന്ന് കത്തികൊണ്ട് ആഴത്തിലുള്ള ഒരു കുത്ത് ഏറ്റിരുന്നു. അതാണ് മരണ കാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള പ്രോസിക്യൂഷന് ഈ കേസിൽ ഈ 20 വർഷം മുൻപുള്ള കേസാണ്. പ്രോസിക്യൂഷൻ ഉൾപ്പെടെ വലിയ വെല്ലുവിളികൾ ഇതിൻ്റെ വിചാരണ വേളയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ BP ശശീന്ദ്രൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ഒരു രാഷ്ട്രീയ കൊലപാതകം. ഈ റിജിത്ത് എന്ന് പറയുന്നത്
ആ നാട്ടിലെ വളരെ കായിക മേഖലയിലെല്ലാം തന്നെ വളരെ മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് നാട്ടുകാർക്ക് എല്ലാ സഹായത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനത്തിനെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അവിടെയുള്ള DYFI പ്രവർത്തകനായിട്ടുള്ള റിജിത്ത്. അതുകൊണ്ട് തന്നെയാണ് റിജിത്തിനെ ഇത്തരത്തിൽ കൃത്യമായി ഉന്നം വെച്ചുകൊണ്ട് ഈ RSS BJP സംഘം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള ഞെട്ടൽ ആ സമയത്ത് ഈ നാട്ടിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയ ഒരു കൊലപാതകമായിരുന്നു ഇത്. ഏതായാലും ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളും 10 പേരാണ് കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ വിചാരണ നടക്കുന്ന ഘട്ടത്തിലാണ് മൂന്നാം പ്രതി ഒരു വാഹനാപകടത്തിൽ മരിക്കുന്നത്. മറ്റ് 9 പ്രതികളും ഇപ്പോൾ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ 9 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇവർക്കുള്ള ശിക്ഷ ഈ മാസം 7-ാം തീയതി ശിക്ഷ വിധിക്കുന്നതിനായി കേസ് മാറ്റിവെക്കുകയും ചെയ്തു. സെജു. ശരി സന്തോഷ്, തുടരുക. ഏതായാലും റിജിത്ത് വധക്കേസിലെ 9 RSS പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ മാസം 7-ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും